ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. ഈ നിലയിൽ നിങ്ങളോടുകൂടെ കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ലഭിക്കുന്ന ഈ വിലപ്പെട്ട സമയത്തെ ഈ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം വിജയകരമായി തീരണമെങ്കിൽ നമ്മുടെ സമർപ്പണം ശരിയായിരിക്കണം. ശരിയായി സമർപ്പിക്കാത്ത ഒരു വ്യക്തിയെ ഒരിക്കലും കർത്താവിന് തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ശരിയായി സമർപ്പിക്കപ്പെട്ടവരാണോ? കാരണം ദൈവവചനം നമ്മളിൽ ക്രിയ ചെയ്യണമെങ്കിൽ നമ്മൾ ആ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. ഇന്ന് അനേകരും വചനം കേൾക്കുന്നെങ്കിലും അവരെ തന്നെ സമർപ്പിക്കുന്നില്ല. സമർപ്പിക്കാത്തത്തോളം കാലം ആ വചനം അവരിൽ ക്രിയ ചെയ്യുകയില്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയിൽ ക്രിയ ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് ആ വചനത്തിന് മുമ്പാകെ ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം ദൈവത്തിൻ്റെ സന്ദേശം മറിയയുടെ അടുക്കിലെത്തി. കൃപ ലഭിച്ചോളെ, നിനക്ക് വന്ദനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗബ്രിയേൽ വന്ദനം അറിയിക്കുന്നു. അവൾ ഗർഭവതിയാകുന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അവൾക്ക് നിശ്ചയമായും അവൾ വിവാഹിതയായിട്ടില്ല. അവളുടെ മകനി അല്ലെങ്കിൽ അവളുടെ ഒത്തുകല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവൾ ചോദിക്കുന്നു, പുരുഷനെ അറിയാത്ത ഞാൻ എങ്ങനെ ഇങ്ങനെ ഒരു കുട്ടിയെ ജനിക്കാനിടയാവും? അപ്പോൾ പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ദൈവത്തിൻ്റെ ശക്തിയാണ് നിന്റെ മേൽ വ്യാപരിക്കുന്നത്. അങ്ങനെ ഒരു വിശുദ്ധ പ്രജ ഉൽപ്പന്നമാകും. അപ്പോൾ അവൾ ആ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ ഉടനെ തന്നെ അവളെ തന്നെ സമർപ്പിക്കുക. നമ്മൾ ലൂക്കോസ് 1-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും മറിയ പറയുന്ന ആ ശബ്ദം വളരെ വിലപ്പെട്ട ശബ്ദമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം വരുമ്പോൾ ഈ ഒരു സമർപ്പണം, ഇതുപോലൊരു സമർപ്പണം ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. എന്താണ് മറിയ പറയുന്നത്? ലൂക്കോസ് 1-38-ാം വാക്യം, ഇതാ അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഇതാ ഞാൻ കർത്താവിൻ്റെ അടിമ. ഒരു അടിമയെ പോലെ മറിയ തന്നെ സമർപ്പിക്കുക. എന്നിട്ട് പറയാണ്, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പോൾ അവൾ ആ വാക്ക് പൂർണ്ണമായും ഏറ്റെടുക്കുക. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം വന്നപ്പോൾ അവൾക്ക് ലോകപ്രകാരം ഉണ്ടാകാവുന്ന നിന്ദയെക്കുറിച്ചോ പരിഹാസങ്ങളെക്കുറിച്ചോ അല്ല മറ്റെന്തെങ്കിലും ദൂഷ്യവശങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിച്ച് താൻ ഭാരപ്പെട്ടില്ല. കാരണം ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. അവൾ സന്തോഷത്തോടെ ശിരസ വഹിച്ചു. ഇന്നും നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു മനോഭാവം നമുക്കുണ്ടോ? ഈ വരുന്ന ദൈവത്തിൻ്റെ വചനം അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ആനോക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ആനോക്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ സമർപ്പിക്കപ്പെട്ടവൻ. എടുക്കപ്പെടുന്ന ദൈവസഭയുടെ നിഴലായി നിൽക്കുന്ന ആനോക്ക്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെ വായിക്കുമ്പോൾ ആനോക്കിനെ കുറിച്ചാണ് വായിക്കുന്നത്. അപ്പോൾ ആനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന്. ആനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. നമ്മൾ ചിന്തിക്കണം, ദൈവത്തോട് കൂടെ നടന്ന ആനോക്ക്. അത്ര മാത്രമല്ല, എബ്രായർ 11:5 വായിക്കുന്നത് ആനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അതുകൊണ്ട് അവൻ എടുത്തുകൊള്ളപ്പെട്ടു. അവൻ മരണം കണ്ടില്ല. ഇന്നത്തെ ഈ തലമുറ മരണം കാണാതെ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടാനുള്ള തലമുറയാണെന്ന് വളരെ വ്യക്തമായ കാര്യമാണ്. ഇനി പ്രിയമുള്ളവരെ, നമുക്ക് അധികം നാൾ കാത്തിരിക്കേണ്ടി വരികയില്ല. ഏത് സമയത്തും കർത്താവിന് വരവുണ്ടാകാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആനോക്കിനെ പോലെ, അവൻ്റെ പേര് പോലെ തന്നെ ആനോക്ക് ഒരു സമർപ്പിതനായിരുന്നു. ദൈവത്തോടു കൂടെ നടന്നു. ദൈവം ആനോക്കിനോടുകൂടെയല്ല, ആനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അപ്പോൾ ഇന്ന് നമുക്കും നമ്മുടെ ജീവിതത്തിലെയും നമ്മുടെ ആവശ്യം നമ്മൾ ദൈവത്തോടു കൂടെ നടക്കുക. രണ്ടുപേർ ഒത്തിട്ടില്ലാതെ ഒരു വഴിക്ക് പോകാൻ കഴിയില്ല എന്ന് ആമോസ് 3:3 വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദൈവവുമായി എല്ലാ കാര്യങ്ങളിലും ഒക്കണം. അങ്ങനെ ഒത്തിട്ടുള്ള ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അപ്പോൾ കർത്താവ് പറയുന്നതെല്ലാം അനുസരിക്കാനുള്ളൊരു മനോഭാവം, നമ്മളെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരവസ്ഥ, അത് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഒരു വിജയകരമായ ജീവിതം നയിക്കാൻ കഴിയൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾക്ക് ഈ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? ദൈവം പ്രസാദിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ എപ്പോഴും സന്തോഷിക്കാൻ കഴിയൂ.
ജയിലിൽ കിടക്കുമ്പോൾ പോലും പൗലോസ്ലീഹ സന്തോഷവാനാ. കാരണം കർത്താവിൽ താൻ ആയിരിക്കുന്നു. മാത്രമല്ല, തനിക്ക് കൊടുത്തിരിക്കുന്ന ആ ജീവനുള്ള പ്രത്യാശയിൽ താൻ ആനന്ദിക്കുന്നു. കാരണം ഈ ലോകം നമുക്ക് യോഗ്യമല്ല. അപ്പോൾ ഈ ലോകത്തിലെ ദൈവം എന്ന് വിളിക്കുന്ന പിശാച് നമ്മുടെ ശത്രുവാണ്. അപ്പോൾ പല നിലകളിൽ ഈ ജഡം നമുക്ക് ആത്മീയ ജീവിതത്തിന് അനുകൂലമല്ല. ഇതെല്ലാ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവിലുള്ള ആനന്ദം അവൻ ആസ്വദിക്കാനായിട്ട് കഴിയും. അപ്പോൾ ചിന്തിക്കണം, നമുക്ക് ദൈവവചനം നമ്മൾ അനുസരിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്. ചിന്തിക്കുക, ഇന്ന് നമ്മൾ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? എത്രമാത്രം വചനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ല എത്രമാത്രം വചനങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വന്തമാക്കാറുണ്ടോ? അത് ജീവിതത്തിൽ പകർത്തുവാൻ നമ്മൾ ഉത്സാഹിക്കുന്നുണ്ടോ? തന്നെ സമർപ്പിച്ച മറിയയിലേക്ക് കർത്താവ് പിറക്കുവാനിടയായിത്തീർന്നു. ആ മറിയ അത് സമ്മതിച്ചില്ലെങ്കിൽ ഒരിക്കലും കർത്താവ് അവളെ ഫോഴ്സ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മളെ ആരെയും കർത്താവ് ഒരു കാര്യം നീ അനുസരിക്കാൻ പറഞ്ഞുകൊണ്ട് പുറകെ കൂടുകയില്ല. നമ്മൾ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ഏറ്റവും വലിയൊരു കടപ്പാടാണ്. അത് നമുക്ക് നിവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ ആനോക്ക് സമർപ്പിക്കപ്പെട്ടവൻ എന്ന് ആനോക്കിന്റെ വാക്കിന്റെ അർത്ഥം പോലെ തന്നെ അവൻ സമർപ്പിക്കപ്പെട്ടവനായി 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ്. ഇതുപോലെ നമ്മുടെ ഈ ചെറിയൊരു ആയുസ്സിൽ നമുക്കൊരു യഥാർത്ഥ സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജയാളിയാകാൻ കഴിയൂ. ദൈവത്തിന്റെ വചനം നമ്മളിൽ അതുപോലെ അത് പ്രവർത്തിക്കുകയുള്ളൂ. വചനം കേൾക്കുമ്പോൾ ദൈവവചനമായിട്ട് നമ്മൾ അതിനെ കൈക്കൊള്ളണം. ആ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം. അങ്ങനെയുള്ളൊരു ജീവിതമാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെക്കുറിച്ച് തിരുവെഴുത്തിൽ പറയുമ്പോൾ നമുക്കെല്ലാത്തിനും മാതൃക നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ പൗലോസ്ലീഹ എഫേസ്യ സഭയോട് പറയുന്നത്, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചു, തന്നെത്താൻ സമർപ്പിച്ചു. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്ന മാതൃക നോക്കുക. അവിടുത്തെ ആ അർപ്പണം, അവിടുത്തെ ആ സമർപ്പണം അത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിച്ച്, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നമ്മൾ നടക്കണം. നമ്മുടെ ജീവിതം സ്നേഹത്തിലുള്ള ജീവിതമായിരിക്കണം, ഒരു സമർപ്പണമുള്ള ജീവിതമായിരിക്കണം. എത്ര വിലപ്പെട്ട കാര്യമാണ്. യഥാർത്ഥമായിട്ടും നമുക്കറിയാം, കർത്താവ് തന്റെ ഗെത്സമനയിലുള്ള ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നമ്മൾ ലൂക്കോസ് 22:42 വായിക്കുന്നത് ഇങ്ങനെയാണ്, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിലും നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. നോക്കണം, കർത്താവ് എപ്പോഴും പിതാവിന്റെ ഹിതത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. തന്റെ ജീവിതം ഒരു പൂർണ്ണ സമർപ്പിത ജീവിതമായിരുന്നു. പിതാവിന്റെ ഹിതത്തിൽ നിന്നും ഒരിക്കലും താൻ വഴുതിപ്പോയില്ല. തന്റെ ഇഷ്ടത്തിൽ താൻ ജീവിച്ചില്ല. അത് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതിന്റെ 6-ാം അധ്യായം 38-ാം വാക്യത്തിൽ, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത്. കർത്താവ് ഈ ലോകത്തിൽ വന്നിട്ട് ഒരിക്കലും തന്റെ ഇഷ്ടത്തിന് ജീവിച്ചില്ല. തന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടത്തിന് ജീവിച്ചു. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, എല്ലാവരും വളരെ ശ്രദ്ധിച്ചേക്കണേ, ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്താൽ അയക്കപ്പെട്ട ജീവിതമാണ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ജീവിതമാണ്. യോഹന്നാൻ 17:18 20:21 2 പ്രാവശ്യം കർത്താവ് ദൈവത്തിന്റെ വചനം പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. അപ്പോൾ പുത്രനെ പിതാവ് അയച്ചത് പിതാവിന്റെ ഹിതം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഒരു ക്രിസ്ത്യാനി, നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവുള്ള വ്യക്തിയാണെങ്കിൽ, ഒരു കാര്യം മനസ്സിലാക്കണേ, നിങ്ങൾ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്.
നിങ്ങൾ ദൈവത്താൽ ഐക്യപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം ഒരു സമർപ്പിത ജീവിതമായിരിക്കണം. നമ്മുടെ ഇഷ്ടം ചെയ്യുകയല്ല, നമ്മളെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ ഉത്സാഹിക്കണം. അത് യഥാർത്ഥ സമർപ്പിതർക്ക് മാത്രമേ കഴിയൂ. ഞാൻ ദൈവത്തിന് വേണ്ടി ഈ ലോകത്തിലായിരിക്കുന്നു. കർത്താവ് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. ഈ ബോധം നമ്മളെ ഭരിക്കണം. ഈ ബോധം ഭരിക്കാതെ നമ്മൾ എത്രയെല്ലാം ജീവിതം നയിച്ചെന്ന് പറഞ്ഞാലും, എത്രയെല്ലാം നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞാലും അതിനകത്തൊന്നും യാതൊരു പ്രയോജനവുമില്ല. ഇന്ന് പലരും അങ്ങനെയല്ലേ ചെയ്യുന്നേ. അവർക്ക് നല്ലതെന്ന് തോന്നുന്നു അവർ ചെയ്യുന്നു. സദൃശവാക്യം 14:12 16:25 2 സ്ഥലത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നു, ഒരിക്കൽ ഒരു വഴി മനുഷ്യന് ചൊവ്വെന്ന് തോന്നും, അതിന്റെ അവസാനം നാശമാണ്, മരണമാണ്, അത് ലാഭകരമല്ല. അതുകൊണ്ട് പ്രിയവരെ, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എല്ലാ വിശുദ്ധന്മാരോടും ഞാൻ പറയട്ടെ, നമ്മൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് നല്ലതായ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിക്കരുതേ. അങ്ങനെ ചിന്തിച്ച് നമ്മൾ വഞ്ചിക്കപ്പെടരുതേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമുക്ക് ദൈവവിധത്തിലായിരിക്കാൻ കഴിയണം. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ എപ്പോഴും പിതാവിന്റെ ഇഷ്ടത്തിലായിരുന്നു. അതുകൊണ്ടല്ലേ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന വേളയിലും സ്വർഗം തുറന്ന് പിതാവ് സാക്ഷ്യം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ അത്യന്തം പ്രസാദിച്ചിരിക്കുന്നു. ശുശ്രൂഷ അവസാനിക്കുമ്പോഴും മത്തായി 17:5 സ്വർഗീയ പിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പിതാവായ ദൈവത്തിന് പ്രിയനായിരുന്നത് ഒരേ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് കർത്താവ് മാത്രമാണ് നമുക്ക് മാതൃക. അപ്പൊ അതുകൊണ്ട് പറയാണ്, ക്രിസ്തു നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടിയാണ് യാഗമായി അർപ്പിച്ചത്. അതുപോലെ നമ്മൾ നടക്കണം. നമ്മൾ അങ്ങനെ ഒരു നമ്മളെ തന്നെ യാഗമായി അർപ്പിക്കണം. അവിടെയാണ് ദൈവഹൃദയത്തിൽ സന്തോഷമുള്ളത്. അങ്ങനെ ഒരു അർപ്പണം നമ്മുടെ ജീവിതത്തിൽ സാധ്യതമായിട്ടുണ്ടോ? മറിയ പറഞ്ഞതുപോലെ, ഞാൻ നിന്റെ അടിമയാണ്, നീ പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം. നമ്മൾ റോമാലേഖനം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. കൽപ്പനയാ. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും തങ്ങളോട് തന്നെ ചോദിക്കുക, നമ്മള് ദൈവത്തോടുള്ള ശരിയായ ആരാധന നമ്മുടെ സമർപ്പണത്തിലൂടെയാണ്. അതും എങ്ങനെ സമർപ്പിക്കണം? നമ്മൾ ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. നമ്മളൊരു യാഗവസ്തുവായി മാറണം. നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് ആ വേദിയിൽ ജലിച്ചില്ലാതാകണം, സ്വയം ഇല്ലാതാകണം. ദൈവഹിതം മാത്രം നമ്മൾ നിറവേറുന്ന ഒരു അനുഭവത്തിലൂടെ നാം യാത്ര ചെയ്യണം. എത്ര വിലപ്പെട്ട യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ, നമ്മളിത് ശരിക്കും മനസ്സിലാക്കണ്ടേ. എന്നാൽ ഇന്ന് ജനങ്ങൾ അങ്ങനെ ഒരു സമർപ്പണ ജീവിതത്തെക്കുറിച്ച് ബോധവാന്മാരല്ല. അതുകൊണ്ട് തന്നെ ആത്മീയ ജീവിതം തകർന്നുകൊണ്ടിരിക്കുക. അവരറിഞ്ഞോ അറിയാതെയോ അവർ ലോകത്തോട് അനുരൂപരായി മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഓരോ ദിവസവും ക്രിസ്ത്യാനുരൂപരായി തീരേണ്ടവരാണ്. നമുക്ക് ജീവനുള്ള പ്രത്യാശ ദൈവം തന്നിരിക്കുന്നു. നമ്മളെ കർത്താവ് ലോകത്ത് വിളിച്ച് വേർപെടുത്തി തന്റെ ജനമാക്കി നമ്മൾ തീർത്തിരിക്കുന്നു. മാത്രമല്ല തന്റെ മക്കളാക്കി നമ്മളെ തീർത്തു. അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പുത്രത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകർന്നു. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്ര ചെയ്തു. കാരണം ഇവർ എന്റെ വകയാണെന്ന് സ്വർഗം സാക്ഷിക്കുക. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സമർപ്പണത്തെ ഒന്ന് പരിശോധിക്കാം. ഇത് യഥാർത്ഥമായി ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സമർപ്പിക്കാത്തിടത്തോളം കാലം ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ സമർപ്പണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ അതിന്റെ റോമാലേഖനത്തിൽ തന്നെ അതിന്റെ 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. അടിമകളാക്കി സമർപ്പിപ്പീൻ. നോക്കണം, ഒരടിമയ്ക്ക് ഒരിക്കലും സ്വന്തം ഇഷ്ടമില്ല പ്രിയമുള്ളവരെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരടിമ എന്ന് പറഞ്ഞാൽ അവൻ യജമാനന്റെ സമ്പത്താണ്. യജമാനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ലാണ്ട് ഒരു അടിമയ്ക്ക് അവന്റെ ജീവിതത്തിൽ മറ്റൊരു ലക്ഷ്യവുമില്ല.
അപ്പൊ നോക്കണം, നമ്മൾ ഒരിക്കൽ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ പാപം ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായിരുന്നില്ല. എന്നാൽ ഇനി നാം ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരണമെങ്കിൽ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? അടിമയായി സമർപ്പിക്കണം. നമ്മുടെ അവയവങ്ങളെ അടിമയായി സമർപ്പിക്കണം. അതേ ഇതിൽ തന്നെ അതിന്റെ 13-ാം വാക്യോടെയാണ് വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം 13-ാം വാക്യം വായിക്കുന്നത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് സമർപ്പിക്കുക. നമ്മുടെ ഓരോ അവയവങ്ങളും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം. ഈ പുതിയ ദിവസം നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ എൻ്റെ അധരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ കണ്ണുകളെ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ കൈകളെ, എൻ്റെ കാലുകളെ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? സമർപ്പിക്കപ്പെട്ടവരെ ദൈവം ഉപയോഗിക്കും, ഒരു സംശയമില്ല. നമുക്ക് യഥാർത്ഥമായും ഈ സമർപ്പണം നമുക്ക് ഓരോ ദിവസവും നമ്മളെ തന്നെ യാഗമായി സമർപ്പിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തിന് അവരെ തന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ പറയട്ടെ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ യഥാർത്ഥമായും അതിനുവേണ്ടി നമ്മളെ തന്നെ അങ്ങ് വിട്ടുകൊടുത്തിട്ടുണ്ടോ? നമ്മളെ സമർപ്പിച്ചിട്ടുണ്ടോ? അതോ നമ്മൾ ദൈവത്തിന്റെ ആലോചന വരുമ്പോൾ, ഇല്ല ഞാൻ അങ്ങനെ ചെയ്യല, എന്നെക്കൂടെ പറ്റിയല്ല, എനിക്ക് നേരമില്ല, അങ്ങനെ പറയുമോ? അല്ലെ, ഇന്ന് അനേകരവനല്ലേ ദൈവഗീതം അറിയാം, അല്ലെ, കൂട്ടായ്മകളെ നിസ്സാരമായി കാണുന്നു. കൂട്ടായ്മകളിലേക്ക് പോകാനായിട്ട് ഉത്സാഹമില്ല. അവർ വേറെയുള്ള തൊഴിലിലാണ്. വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും സമയമില്ല. കർത്താവിനെ സാക്ഷിക്കുവാൻ മനസ്സില്ല. എത്ര ദുഃഖകരമാണ് പ്രിയമുള്ളവരെ. നമ്മളെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? അതോ നമ്മൾ ഈ ലോകപരമായ കാര്യങ്ങളും പറഞ്ഞ് സമയം കളയുകയാണോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കണം. ഓരോ ദിവസവും നമ്മളെ തന്നെ പരിശോധിക്കണം. നമ്മൾ യഥാർത്ഥമായും നമ്മുടെ അവയവങ്ങളെ കർത്താവിനായി സമർപ്പിച്ചിട്ടുണ്ടോ? ഈ കർത്താവ് തന്റെ മഹത്വത്തിന് വേണ്ടി എൻ്റെ ഓരോ അവയവങ്ങളും കർത്താവ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അനുഭവമാക്കി പഠിക്കണം. പ്രിയമുള്ളവരെ, കർത്താവ് എന്നിലൂടെ സംസാരിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഞാനല്ല, ദൈവത്തിന്റെ ആത്മാവാണ് എന്നിലൂടെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉറപ്പുവരുത്തണം. അത് ശരിയായ സമർപ്പണമുള്ള ഒരു വ്യക്തിയിലൂടെ ദൈവം അത് പ്രവർത്തിക്കും. അതായിരിക്കട്ടെ നമ്മുടെ നിത്യമായിരിക്കുന്ന നമ്മുടെ ജീവിത അനുഭവം എന്ന് ഞാൻ ഓർപ്പിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സമർപ്പണത്തെ കുറിച്ച് പറയുമ്പോൾ പഴയ നിയമത്തിൽ സദൃശവാക്യത്തിൽ അതിന്റെ 23-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ, സദൃശവാക്യം 23-ന്റെ 12-ാം വാക്യം ഞാനത് വായിക്കാം. നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കുക. കണ്ടോ, എന്താണ് ഇവിടെ? നിങ്ങൾ ശ്രദ്ധിക്കണേ. നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കുക. ഇന്നും അനേകരും പ്രബോധനങ്ങൾ കൈക്കൊള്ളാറില്ല. അവിടെ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല, സമർപ്പിക്കുന്നില്ല. ചെവി കർത്താവിന്റെ ഈ വചനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നില്ല. പ്രിയമുള്ളവരെ, അവിടെയും ഒരു സമർപ്പണം ആവശ്യമാണ്. സമർപ്പിക്കുന്ന വ്യക്തികളെ മാത്രമേ കർത്താവിന് തന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയൂ. ചിന്തിക്കൂ, നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയുന്നുണ്ടോ? പലരും ഇന്നും മന്ദമായിട്ടാണ് കേൾക്കുന്നത്. അവിടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ഈ വചനങ്ങൾ, ഈ പ്രബോധനങ്ങൾ കൈക്കൊള്ളുവാൻ തക്കവണ്ണം മനസ്സില്ല. ഹൃദയം കഠിനമായിരിക്കുന്നു. അവർ അവരുടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ല. അവർക്ക് യഥാർത്ഥമായിരിക്കുന്ന ഒരു സമർപ്പണ ജീവിതമില്ല. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കണം. പറയുന്നു, നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കുക. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഹൃദയംഗമായിട്ട് ആ കാര്യങ്ങളെ കേൾക്കുവാൻ നമുക്ക് കഴിയണം. അത് ചെവി കൊടുത്ത് കേൾക്കുവാനായിട്ട് കഴിയണം. നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ കേൾക്കേണ്ട കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവയവങ്ങളെ ഓരോന്നും കർത്താവിനായി അങ്ങനെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം ആത്മീയമായിട്ട് പെട്ടെന്ന് വളരാൻ കഴിയും. ഇന്ന് അനേകരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് യാതൊരു വളർച്ചയില്ല. കാരണം അവിടെ ഹൃദയത്തിൽ ദൈവത്തിന് വചനമില്ല. ഈ പ്രബോധന വചനങ്ങളെല്ലാം കാറ്റ് കൊണ്ടുപോയി. കേട്ട വചനം അത് ശ്രദ്ധയോടെ കേൾക്കണം. അത് ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു പ്രതികൂല കാറ്റ് വരും.
അത് നമ്മളിൽ നിന്നും ഒഴുക്കി മാറ്റിക്കളയും. അങ്ങനെ വരരുത് പ്രിയമുള്ളവരെ. നമുക്ക് ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ കഴിയണം. ആ വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആക്കി തീർക്കാനായിട്ട് കഴിയണം. കേൾക്കുന്ന വചനം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് 119 സങ്കീർത്തനം 105 വാക്യത്തിൽ വായിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമാക്കി മാറ്റണം. അങ്ങനെ കഴിയുന്നുണ്ടോ? ആ നിലയിൽ നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ ഹൃദയത്തെയും കാതുകളെയും കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ ദൈവസേനയിലായിരിക്കുമ്പോൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളെല്ലാം കേട്ട് ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ഇന്ന് പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ കേട്ട വചനങ്ങൾ ഒന്നും ഹൃദയത്തിലില്ല. നമ്മുടെ ഈ ഹൃദയം എന്തിനു വേണ്ടി തന്നിരിക്കുക? പണ്ട് കല്ലായുള്ള ഹൃദയമായിരുന്നു, ഇന്ന് മാംസളമായൊരു ഹൃദയം ദൈവം നമുക്ക് തന്നിരിക്കുക. എസ്കേൽ 36:26-27 വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നമുക്കൊരു പുതിയ ഹൃദയം തന്നു. കല്ലായുള്ള ഹൃദയം നമ്മളിന്ന് മാറ്റിയില്ലേ? മാംസളമായ ഹൃദയം. അതാണ് 2 കൊരിന്ത്യർ 3:3 വായിക്കുന്നത്. നാം ക്രിസ്തുവിന് പത്രമാണ്. അത് കൽപ്പലയിലല്ല, നമ്മുടെ ഹൃദയം എന്ന മാംസപ്പലകയിലാണ് എഴുതുന്നത്. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശരിയായ പ്രവൃത്തി. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊരു ഹൃദയവുമായി നമ്മൾ ദൈവസേനയിലാണെങ്കിൽ ഈ വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടും. ഈ വചനങ്ങളെല്ലാം നമുക്ക് വീണ്ടും വീണ്ടും ധ്യാനിക്കുവാൻ കഴിയും. ഇന്ന് അനേകരും കേൾക്കുന്ന വചനങ്ങൾ ധ്യാനിക്കാറില്ല. കാരണം അവിടെ ഹൃദയത്തിൽ എഴുതപ്പെടാൻ കഴിയുന്നില്ല. അവിടെ ഹൃദയം കഠിനമായി പോയി. അവർ തന്നെ അറിയുന്നില്ല. കാരണം അവരെ തന്നെ ശോധന കഴിക്കുന്നില്ല. അവരുടെ സമർപ്പണത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഓരോ ദിവസവും അവരെ തന്നെ അവർക്ക് കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ കഴിയുന്നില്ല. നമ്മൾ ചിന്തിക്കണം, നമ്മൾ യഥാർത്ഥമായും ശരിയായ നിലയിൽ ഒരു സമർപ്പണം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് നമ്മളെ പരിശോധിക്കണം. ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. സദൃശവാക്യം 16:3 വാക്യമാണ്. സദൃശവാക്യം 16 അധ്യായത്തിന്റെ 3 വാക്യം. അവിടെ വായിക്കുന്നത്, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നോക്കുക, അപ്പൊ നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നാം ചെയ്യണം. പ്രിയമുള്ളവരെ, ദൈവം നോക്കുമ്പോൾ അത് കുറവുള്ളതായി കാണാൻ പാടില്ല. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് വിലയില്ലാത്തതായി കാണാൻ പാടില്ല. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ് നമ്മുടെ പ്രവൃത്തികൾ. ഇന്നല്ലേ നാളെ, അല്ലെങ്കിൽ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം തീകൊണ്ട് ശോധന ചെയ്യുന്നൊരു ദിവസം വരുന്നു. എന്നാൽ നമ്മൾ ഓരോ പ്രവൃത്തികളും നമ്മൾ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നെങ്കിൽ അന്ന് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രശംസയ്ക്ക് പാത്രമായി തീരും. അപ്പോൾ നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ഇന്ന് അനേകരുടെ ഉദ്ദേശങ്ങൾ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ പ്രവൃത്തികളെ അവർ ദൈവത്തിന് സമർപ്പിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം. യഥാർത്ഥത്തിൽ എനിക്ക് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുന്നുണ്ടോ? ദൈവത്തിന് എൻ്റെ ജീവിതത്തിലൂടെ മഹത്വം ലഭിക്കുന്നുണ്ടോ? നമ്മൾ പരിശോധിക്കണം. പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്കും നമ്മുടെ ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമർപ്പണ ബോധത്തോടെ നമ്മൾ കേൾക്കണം. നിങ്ങൾ എവിടെയായിരുന്നു കേട്ടാലും, നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ വചനം വായിക്കുകയാണ്, അല്ല നമ്മൾ കൂട്ടായ്മയിൽ കിടക്കുമ്പോൾ വചനം കേൾക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളെ തന്നെ ഒരു അടിമയെ പോലെ സമർപ്പിക്കണം. കർത്താവേ, ഞാൻ നിന്റെ അടിമ, ഞാൻ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഇന്ന് എൻ്റെ ഹൃദയത്തോടെ എന്നോട് സംസാരിക്കണമേ. ഞാൻ അങ്ങയുടെ വചനങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ കൈക്കൊള്ളാൻ ഒരുക്കമുണ്ട് എന്ന് നമ്മൾ കർത്താവോട് പറയണം. അങ്ങനെ പറഞ്ഞ് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. വെറുതെ പറയുകയല്ല, ഹൃദയംഗമായിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഓരോ ദിവസവും ക്രിസ്ത്യാനിരൂപനായി രൂപോധിയായി രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് ലളിതമായി കഴിയും. നമ്മൾ ഓരോ ദിവസവും എത്രമാത്രം ക്രിസ്ത്യാനിരൂപരായി തീരുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. അത് നമ്മുടെ സമർപ്പണത്തിന് വേണ്ടി മാത്രമേ ദൈവത്തിന് നമ്മളെ ആ നിലയിലേക്ക് പണിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് നമ്മളിൽ കെട്ടുപണി ചെയ്യുവാൻ നമ്മൾ സ്വയം ഒരു തടസ്സമായി തീരാതെ യഥാർത്ഥ സമർപ്പണമുള്ളവരായി ക്രിസ്ത്യാനിരൂപരായി കർത്താവിന് നമ്മളെ തന്നോട് അനുരൂപരായി തീർക്കുവാൻ കർത്താവ് തന്റെ കാര്യങ്ങൾ ഉപയോഗിക്കുവാൻ കർത്താവിന് സാധിക്കണം. അതിനായി നമ്മളെ ഒരിക്കലൂടെ നമുക്ക് സമർപ്പിക്കാം. ഇന്നു മുതൽ ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ തന്നെ കർത്താവെ, എന്നെ തന്നെ അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ ഹിതം ചെയ്യാൻ ഇതാ ഞാൻ വരുന്നു. അവിടുത്തെ ഹിതത്തിൽ മാത്രമായിരിക്കും എന്നെ സഹായിക്കണം. അവിടുത്തെ ഏത് ആലോചനയും ഞാൻ കേട്ടനുസരിക്കാൻ തയ്യാറാണ് കർത്താവെ
ഞാൻ നിന്റെ അടിമ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായി ആ വ്യക്തിയെ കർത്താവ് തന്നെ മുഖത്തിന് വേണ്ടി ഉപയോഗിക്കും. നിത്യതയിൽ അത് നമുക്ക് വലിയ അനുഗ്രഹമായി മാറും. അതിന് കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.